പറയുന്നത് കിൻഷിപ്പ് സിസ്റ്റം ഇന്ത്യയിൽ വന്നിട്ടുള്ള കിൻഷിപ്പ് സിസ്റ്റത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മാരേജ് സംവിധാനത്തെക്കുറിച്ചായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ റിലേഷൻ ബേസ്ഡ് ഓൺ ബ്ലഡ് മാരേജ് മേ ബി ക്ലോസ് ഓർ ഡിസ്റ്റൻസ്. ദ ബോണ്ട് ഓഫ് ബ്ലഡ് ഓർ മാരേജ് വിച്ച് ഈസ് ബൈൻഡ്സ് പീപ്പിൾ ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് ഈസ് കാൾഡ് കിൻഷിപ്പ്. ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കൊണ്ടോ ആളുകൾ പരസ്പരം ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങളെയാണ് കിൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ബോണ്ട് ഓഫ് ബ്ലഡ് ഓർ മാരേജ് വിച്ച് ബിൻസ് പീപ്പിൾ ടുഗദർ ഇൻ ഗ്രൂപ്പ് ഈസ് കാൾഡ് കിൻഷിപ്പ്. ഇനി കിൻഷിപ്പിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് പറയാനുള്ളത്. റോബിൻ ഫോക്സിൻ്റെ അഭിപ്രായ പ്രകാരം കിൻഷിപ്പ് ഈസ് സിംപ്ലി ദ റിലേഷൻ ബിറ്റ്വീൻ കിൻ ദാറ്റ് ഈസ് പേഴ്സൺ റിലേറ്റഡ് ബൈ ദ റിയൽ പ്യൂട്ടേറ്റീവ് ഓർ ഫിക്റ്റീവ് കോൺസാൻഗ്യുനിറ്റി. രണ്ട് കിൻ എന്ന് പറയപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് കിൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അഭിപ്രായ പ്രകാരം the social relationships deriving from blood ties and marriage are collectively referred to as kinship. ബ്ലഡ് ടൈസ് മുഖേനയോ മാരേജ് മുഖേനയോ ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങളെയാണ് കിൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റാഡിക്ലിഫ് ബ്രൗണിൻ്റെ അഭിപ്രായ പ്രകാരം കിൻഷിപ്പ് ഈസ് എ സിസ്റ്റമാറ്റിക് ഡൈനാമിക് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് പേഴ്സൺ ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു വ്യക്തികൾക്ക് തമ്മിലുള്ള പേഴ്സൺ ടു പേഴ്സൺ തമ്മിലുള്ള ഡൈനാമിക് സിസ്റ്റത്തെയാണ് പിന്നെ കിൻഷിപ്പ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ദ ബിഹേവിയർ ഓഫ് എനി ടു പേഴ്സൺസ് ഇൻ എനി ഓഫ് ദീസ് റിലേഷൻ ബീങ് റെഗുലേറ്റഡ് ഇൻ സം വേ ആൻഡ് ടുഗദർ ടു എ ഗ്രേറ്റർ ഓർ ലെസ് എക്സ്റ്റെൻറ്റ് ബൈ സോഷ്യൽ യൂസേജസ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ പെരുമാറ്റങ്ങളൊക്കെ ഏകദേശം ഒരേ രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇനി റൂൾസ് ഓഫ് ഡീസൻറ്റ്. ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ തലമുറ എന്നൊക്കെ പറയുമല്ലോ, അതിനാണ് നമ്മൾ ഡീസൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ സോഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് ദ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്. രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ നിലനിൽക്കുന്ന ബയോളജിക്കൽ റിലേഷൻഷിപ്പിനുള്ള ഒരു സാമൂഹിക അംഗീകാരമാണ് ഡീസൻറ്റ് എന്നുള്ളത്. വ്യക്തികൾ തമ്മിലുള്ള ബയോളജിക്കൽ റിലേഷൻഷിപ്പിന് ഉള്ള സാമൂഹിക അംഗീകാരം. ബയോളജിക്കൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി, പിന്നെ ഉപ്പ, ഗ്രാൻഡ് ചിൽഡ്രൻ, പിന്നെ പേരക്കുട്ടികൾ, ഇങ്ങനെ തമ്മിലുള്ള ഈ ബയോളജിക്കൽ റിലേഷൻഷിപ്പ്, അതിനെയാണ് ഡീസൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട് പ്രധാനമായും. ഒന്ന് പാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ഓർ മെൻസ് ലൈൻ. ഒരാളുടെ പിന്നെ റിലേഷൻഷിപ്പ് കണക്കാക്കുന്നത് ഉപ്പ വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ ലൈൻ വഴിയാണെങ്കിൽ ഡീസൻറ്റ് ഈസ് ട്രേസ്ഡ് ത്രൂ ദ ഫാദേഴ്സ് ഓർ മെൻ ലൈൻ. വ്യക്തിയുടെ ലൈൻ വഴിയാണെങ്കിൽ പാട്രിലീനിയൽ പറയും. മാട്രിലീനിയൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ പിന്നെ ലൈന് വഴിയാണ് ഒരു കുട്ടിയുടെ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ട്രേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, പിന്തുടരുന്നതെങ്കിൽ അതിനെ നമ്മൾ മാട്രിലീനിയൽ ഡീസൻറ്റ് എന്ന് പറയും. ബൈലാറ്ററൽ ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് ട്രേസ് ത്രൂ ദ ബോത്ത് ലൈൻസ്, ഫീമെയിൽ ലൈൻസ് ആൻഡ് ആൾസോ മെയിൽ ലൈൻസ് ഫോർ സം ഓർ ദി അതർ പർപ്പസ്. രണ്ട് കൂട്ടരിലൂടെയും പിന്നെ ഡീസൻറ്റ് ട്രേസ് ചെയ്യപ്പെടുന്ന ആളുകൾക്കാണ്. ഉപ്പയിലൂടെയും നോക്കും, ഉമ്മയിലൂടെയും നോക്കും, രണ്ട് കൂട്ടരിലൂടെയും നോക്കുന്ന സംവിധാനത്തെയാണ് ബൈലാറ്ററൽ ഡീസൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡീസൻറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. The rules of descent establish for every individual a network of social position in which participates. നമുക്കൊരു സാമൂഹിക പൊസിഷൻ ലഭിക്കുന്നു. ഒരു ഉയർന്ന ജാതിപ്പെട്ട ഒരാളുടെ മകനാകുമ്പോൾ അയാൾക്കും സമൂഹത്തിനിടയിൽ ഒരു ഉയർന്ന സ്റ്റാറ്റസ് വരുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്കും സമൂഹത്തിനിടയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും. അതേപോലെ സാമൂഹിക സോഷ്യൽ പൊസിഷനുകളൊക്കെ ഇതിലൂടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ അനന്തരാവകാശം എന്നുള്ളത് റൂൾസ് ഓഫ് ഡിസൈൻ ഇൻവേരിയബിൾ ഡിഫൈൻ സം റൈറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരാൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്തവകാശം അനന്തരാവകാശം പിന്നെ ലഭിക്കുക ഈ ഡീസൻറ്റ് നോക്കിയിട്ടാണ്. ടൈപ്സ് ഓഫ് കിൻഷിപ്പ്. ഈ വിവിധ തരം രണ്ട് തരം കിൻഷിപ്പുകളാണുള്ളത്. ഒന്ന് അഫിനൽ കിൻഷിപ്പ്, ഒന്ന് കൺസാൻഗ്യൂനിയസ് കിൻഷിപ്പ്. അഫിനൽ കിൻഷിപ്പ് എന്നാൽ മാരേജ് വഴിയുള്ള കിൻഷിപ്പിനെയാണ് അഫിനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് നോട്ട് ഓൺലി വിത്ത് വിമൺ whom he marries but also with a number of other people in the girl's family. അഫിനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ
വെറും ഒരു വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ മാത്രമല്ല പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. ആ പെൺകുട്ടിയുടെ വഴിയുള്ള ഉപ്പ, പെൺകുട്ടിയുടെ ഉമ്മ, പിന്നെ ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ തുടങ്ങി അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും നമുക്ക് അഫിനൽ റിലേഷൻഷിപ്പിലാണ് വരിക. കോൺസാൻഗ്യൂനിയസ് കിൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ് വഴിയുള്ള ജ്യേഷ്ഠനാമന്മാർ, പെങ്ങന്മാർ, ഉപ്പ, ഉമ്മ, പേരക്കുട്ടികൾ, വല്യപ്പ, വല്യമ്മ അങ്ങനെ തുടങ്ങിയുള്ള നമ്മൾ റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകളെയാണ്. ഡിഗ്രി ഓഫ് കിൻഷിപ്പ്. കിൻഷിപ്പ് പിന്നെ 3 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് പ്രൈമറി കിൻസ്. പ്രൈമറി കിൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൈമറി റിലേഷൻഷിപ്പിൽ വരുന്നത് സം റിലേറ്റീവ്സ് ആർ വെരി ക്ലോസ്, ഡയറക്റ്റ് ആൻഡ് നിയർ. ഫോർ എക്സാമ്പിൾ ഫാദർ, സൺ, ഉപ്പ, മകൻ തുടങ്ങിയുള്ള ഏറ്റവും പ്രൈമറി സ്റ്റേജിലുള്ള കിൻസിനെയാണ് പ്രൈമറി കിൻസ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി കിൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ദേ ആർ കിൻ ഓഫ് പ്രൈമറി കിൻസ്. നമ്മൾ പ്രൈമറി ആയി നമ്മൾ കണക്കാക്കുന്ന ആളുകളുടെ പ്രൈമറി കിൻസിനെയാണ് നമ്മൾ സെക്കൻഡറി കിൻസ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: ഫാദേഴ്സ് ബ്രദർ, ഉപ്പാൻ്റെ സഹോദരങ്ങൾ, സിസ്റ്റർ, ഉപ്പാൻ്റെ സിസ്റ്റർ, ഹസ്ബൻഡ്, അങ്ങനെ തുടങ്ങിയുള്ള സെക്കൻഡറി കിങ്സുകളൊക്കെ. ടെറിറ്ററി കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി കിങ്സിൽ വരുന്ന സെക്കൻഡറി കുടുംബക്കാരുടെ പ്രൈമറികളെയാണ് ടെറിറ്ററി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ പ്രൈമറി കിങ്സ്, പിന്നെ നമ്മുടെ പ്രൈമറിയുടെ പ്രൈമറിക്കാണ് നമ്മുടെ സെക്കൻഡറി പറയുന്നത്. ഈ സെക്കൻഡറിയുടെ പ്രൈമറിക്കാണ് നമ്മുടെ ടെറിറ്ററി കിങ്സ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അക്കോർഡിംഗ് ടു മർഡോക്കിൻ്റെ അഭിപ്രായക്കാരൻ മൊത്തം 33 സെക്കൻഡറി കിങ്സ് ഉണ്ടാകും. സെക്കൻഡറി ലെവലിൽ ഒരാൾക്ക് 33 വകയിൽ ബന്ധങ്ങളുണ്ടാവും. എന്നാൽ ടെറിറ്ററി കിങ്സിൽ വരുമ്പോൾ 151 വകുപ്പ് പ്രകാരത്തിൽ ഒരാൾക്ക് ബന്ധങ്ങളുണ്ടാവും എന്നുള്ളതാണ്. കിൻഷിപ്പ് ടേംസ് ഇനി കിൻഷിപ്പിൽ വരുന്ന ഒരുപാട് ടേംസുകളുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം. മോർഗൻ എന്നുള്ള സോഷ്യോളജിസ്റ്റ് മോർഗൻ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഓഫ് കിൻഷിപ്പ് ടേംസ്. കിൻഷിപ്പിൽ വരുന്ന ടേംസിനെ കുറിച്ച് മോർഗൻ ഒരു വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 തരം തരത്തിൽ കിൻഷിപ്പ് ടേമുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം. ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം എന്നുള്ളത് ഒരു ക്ലാസ്, പിന്നെ ദ അങ്കിൾ എന്ന ഒരു പദം, ആ അങ്കിൾ എന്നുള്ളത് ഒരു പൊസിഷൻക്കുള്ളതാണ്. അപ്പോൾ ആ പൊസിഷനിൽ വരുന്ന എല്ലാവരും അങ്കിൾ എന്ന് വിളിക്കും. നിഫ്യൂ, നീസ് തുടങ്ങിയുള്ള ഒരു ഇല്ലോ, വിവാഹത്തിലാണെങ്കിൽ മദർ ഇല്ലോ, ഫാദർ ഇല്ലോ, മറ്റേ ഇല്ലോ പ്രകാരമുള്ള ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഒരു ക്ലാസ് ആയിരിക്കും. പക്ഷെ മറ്റുള്ള ബന്ധങ്ങൾ പിന്നെ കൃത്യമായിരിക്കും. അപ്പോൾ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം പ്രകാരം ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ടേം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ പറഞ്ഞറിയിക്കുന്ന. ഫാദർ ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൺ ടേം റെഫേഴ്സ് ഓൺലി വൺ റിലേഷൻ, ഒരാളെ മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ. ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ടേം ഒരുപാട് ആളുകൾ സൂചിപ്പിക്കും. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം ഒരു ടേം ഒരാളെ മാത്രമേ സൂചിപ്പിക്കൂ. ഉമ്മ എന്നുള്ളത്, അമ്മ എന്നുള്ളതും അച്ഛൻ എന്നുള്ളതും ഉപ്പ എന്നുള്ളതൊക്കെ ഒരൊറ്റ ആളെ മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയാണ് ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം. ഇനി കിൻഷിപ്പ് യൂസേജസ്. കിൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുന്നത് എന്നുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളാണിത്. കിൻഷിപ്പ് യൂസേജസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധങ്ങൾക്കിടയിലൊക്കെ ഒരു ബിഹേവിയർ റിലേഷൻഷിപ്പ്, നമ്മളെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു പ്രത്യേക രൂപങ്ങളുണ്ടായിരിക്കും. അതിനെയാണ് കിൻഷിപ്പ് യൂസേജ് എന്ന് പറയുന്നത്. ഒരു മകന് ഒരു ഉപ്പയോടുള്ള ബന്ധം ഒരു റെസ്പെക്റ്റോടുള്ള ബന്ധമായിരിക്കും. എന്നാൽ ഒരു ഉപ്പയ്ക്ക് ഒരു മകനോടുള്ള സ്നേഹം അത് സ്നേഹവാത്സല്യത്തോടുള്ള ബന്ധമായിരിക്കും. ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങൾക്കും പരസ്പരമുള്ള ഓരോ ബിഹേവിയർ ഉണ്ടാകും. ഈ ബിഹേവിയറുകളെയാണ് നമ്മൾ കിൻഷിപ്പ് യൂസേജസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ വരുന്ന സം ഓഫ് ദ യൂസേജസ് ആർ ദ ഫോളോയിങ്. കുറച്ച് യൂസേജുകളെ നമ്മൾ പറയുന്നത്. ഒന്ന് അവോയ്ഡൻസ് പറഞ്ഞാൽ ചില ആളുകൾ മറ്റു ചില ആളുകളിൽ നിന്നും അകന്നു നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ. ഇൻ ആർ സൊസൈറ്റി നമുക്ക് എല്ലാ സമൂഹത്തിലും ഇത് കാണാൻ കഴിയും. ഇറ്റ് മീൻസ് ദാറ്റ് ടു കിൻസ് ഷുഡ് റിമെയിൻ അവേ ഫ്രം ഈച്ച് അതർ. 2 കൂട്ടരും പരസ്പരം അകന്നു നിൽക്കണം. ഇൻ അതർവൈസ് ദേ ഷുഡ് അവോയ്ഡ് ഈച്ച് അതർ. They should not only avoid sexual relation but in same case of avoid seeing face to face of each other. സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രം ഒഴിവാക്കിയാൽ മാത്രം പോരാ, ചില സമയങ്ങളിൽ ഫേസ് ടു ഫേസ് ഒരിക്കൽ പോലും വരാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ടാവാം. ഏതുപോലെ ഫാദർ ഇൻ ലോ
ഷുഡ് അവോയ്ഡ് ഡോട്ടർ ഇൻ ലോ. ഒരു ഫാദർ ഇൻ ലോ പിന്നെ ഡോട്ടർ ഇൻ ലോയെ ഒഴിവാക്കണം എന്നുള്ള പോലെ സൺ ഇൻ ലോ ഷുഡ് അവോയ്ഡ് ഇൻ മദർ ലോ. അതേപോലെ പിന്നെ സൺ ഇൻ ലോ എന്തായാലും അകന്ന് നിൽക്കുക. നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നും പാടില്ല എന്നുള്ളത്. അങ്ങനെ ഇപ്പം ഇസ്ലാമിക് മതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചില വൈവാഹിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന നമ്മൾ ഉപ്പ ഉമ്മ പോലെയുള്ള ഒരുപാട് ബന്ധം, ഇതിനെയൊക്കെയാണ് അവോയ്ഡൻസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ജോക്കിംഗ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ പിന്നെ കളിയാക്കാൻ വേണ്ടിയുള്ള ബന്ധങ്ങളെ കുറിച്ച്. ദ റിവേഴ്സ് ഓഫ് അവോയ്ഡൻസ് റിലേഷൻഷിപ്പ്. അവോയ്ഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അകറ്റി നിർത്തലല്ല, under it a relation is permitted to tease or make fun or other. ഒരാൾ മറ്റൊരാളെ കളിയാക്കാനും ഇതിനൊക്കെ അനുവദിക്കപ്പെട്ട ബന്ധങ്ങളെയാണ് ജോക്കിംഗ് റിലേഷൻഷിപ്പ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദേവാർ ബാബ്ജി ജിജ സാലി ഈസ് ജോക്കിംഗ് റിലേഷൻഷിപ്പ്. പരസ്പരമുള്ള ബന്ധങ്ങൾ. ദ ജോക്കിംഗ് മേ അമൗണ്ട് ടു എക്സ്ചേഞ്ച് ഓഫ് അബ്യൂസ് ആൻഡ് വൾഗർ റെഫറൻസ് ടു സെക്സ് പോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് പരസ്പരം കളിയാക്കുക പോലും ഇതിൽ അനുവദിക്കപ്പെട്ട ബന്ധങ്ങളാണ്. ടെക്നോണിമി എന്ന് പറഞ്ഞാൽ ബന്ധം എന്നുള്ള നമ്മൾ റെഫറൻസ് വെച്ചിട്ട് പറയുന്നത്, വേറൊരാളിലേക്ക് സൂചിപ്പിച്ചിട്ട് ബന്ധം പറഞ്ഞു. നമ്മൾ നേരെ ഒരാളെ വിളിക്കുകയില്ല. അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഹസ്ബൻഡിനെ സൂചിപ്പിക്കുമ്പോൾ തൻ്റെ മകനിലേക്ക് ചൂണ്ടി ഇവൻ്റെ ഉപ്പ എന്നാ പറയാം. നേരെ ഹസ്ബൻഡിൻ്റെ പേര് പറയാതെ ഇവൻ്റെ ഉപ്പ എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നതിനാണ് ടെക്നോണിമി എന്ന് പറയുന്നത്. അവങ്കുലേറ്റ് എന്ന് പറയുന്നത് this kinship usage is a peculiar feature of matriarchal system. മാട്രിയാർക്കിയൽ സിസ്റ്റത്തിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് അങ്കിൾ, മാമ എന്നുള്ളത്. മാമക്ക് ഈ മാമ വിളിക്കപ്പെടുന്ന ആളുകൾ നെഫ്യൂകളുമായിട്ട് ഒരു പ്രത്യേക കോണ്ടാക്ട് ഉണ്ടാകും, പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു ബന്ധത്തെയാണ് അവങ്കുലേറ്റ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അമിറ്റേജ് പറഞ്ഞാൽ ഉപ്പയുടെ പെങ്ങൾക്ക് നൽകപ്പെടുന്ന സ്ഥാനമാണ്. അത് ഉപ്പയുടെ പെങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള കോൺസെപ്റ്റിനെയാണ് അമിറ്റേജ് എന്ന് പറയുന്നത്. കോവേഡ് എന്ന് പറയുന്നത് ഒരു പിന്നെ ചില ഗോത്രങ്ങൾ മാത്രം ശീലിച്ചു വരുന്ന ഒരു പ്രത്യേക തരം പിന്നെ യൂസേജാണ്. അഥവാ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ഭർത്താവും പിന്നെ ഭാര്യയോട് കൂടെ ആ ഒരു സിക്ക് ഡയറ്റ് ആ ഒരു രൂപത്തിൽ ജീവിക്കണം, പുറത്തൊന്നും പോവാതെ ഒരു ലാവിഷ് ജീവിതമൊന്നും നയിക്കാതെ ഭാര്യയും പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കോവേഡ് എന്ന് പറയുന്നത്. ഇനി റീജിയണൽ വേരിയേഷൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇൻ ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റം. ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റത്തിൽ നോർത്തിലും സൗത്തിലും വരുന്ന പ്രത്യേക തരം മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറൻസസ്, വിവിധ തരം മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യയിൽ മാരേജ് അലയൻസ് ലിങ്ക്സ് വൺ ഫാമിലി വിത്ത് ആൻ എൻറ്റയർലി ന്യൂ ഫാമിലി. ഒരു പൂർണ്ണമായും വേറൊരു ഫാമിലിയുമായിട്ടാണ് വിവാഹം ഉണ്ടാവുക. സൗത്ത് ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല. സൗത്ത് ഇന്ത്യയിൽ പിന്നെ അലയൻസ് occur within small kin groups and emphasis is led to the on relationship on the fathers and mothers side. ഈ പലപ്പോഴും കുടുംബങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഫർദർ ദർ ഈസ് ആൾമോസ്റ്റ് നോ ടെറിറ്ററിയൽ എക്സോഗമി. ഒരു എക്സോഗമി ഒന്നും നമുക്ക് പിന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയില്ല. വില്ലേജുകൾക്കുള്ളിൽ പരസ്പരം വിവാഹം കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് പിന്നെ following the composition of kinship groups. Second, marriage alliance in North India follow the principle of hypergamy. North India യിൽ അധികം കാണാൻ കഴിയുക ഹൈപ്പർഗമിയാണ്. In South India preferable marriage was once matrilineal and sometimes patrilineal cross cousin. ഈ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ക്രോസ് കസിൻ മാരേജുകളും മറ്റും കാണാൻ സാധിക്കുന്നു. We can also look at the difference between two systems in terms of status for women. In North India, girls enters the family of total strangers when she gets married and leaves her natal home.
Her behavior in her father's house is quite different from how she is expected to behave in her father-in-law's house. In South India, from the woman's points of view, there is a little difference between her family of birth and the family of marriage. She is not a stranger in her husband's house. ഈ പിന്നെ പൂർണ്ണമായും ഒരു വ്യത്യസ്ത സമൂഹത്തിലേക്ക് വിവാഹം കഴിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നെ ഒരു സ്ത്രീക്ക് നോർത്ത് ഇന്ത്യയിൽ പൂർണ്ണമായും ഒരു വേറെ ജീവിതമാണ് അടുത്തൊരു പിന്നെ വൈവാഹിക ജീവിതത്തിന് ശേഷം ഉണ്ടാവുക. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പിന്നെ വിവാഹങ്ങളൊക്കെ ഏകദേശം ഒരേ കുടുംബങ്ങൾക്കിടയിലും അല്ലെങ്കിൽ കുറഞ്ഞകന്ന കുടുംബങ്ങൾക്കിടയിലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം പിന്നെ വൈവാഹിക ജീവിതാനന്തരം സ്ത്രീക്ക് കൂടുതൽ സ്ട്രെയിഞ്ച് അപരിചിതത്വം നേരിടേണ്ട ഒരു ഇതുണ്ടാവുകയില്ല. എന്നാൽ ധാരാളം സിമിലാരിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് റിലീജിയൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ചേഞ്ചിങ് ഡയമെൻഷൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. റിലീജിയൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള വിവിധ തരം മതങ്ങളെക്കുറിച്ചും അതിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. റിലീജിയൻ എന്നുള്ളത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സൽ പെർമനൻ്റ് ആൻഡ് പ്രിനിയൽ ഇൻട്രസ്റ്റ് ഓഫ് മെൻ. കുറേ കാലം മുമ്പേ നമുക്ക് മതകീയ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. In social, the world religion is used in wide the sense of that used in the religious books. It defines religion as those institutionalized system of beliefs, symbols, values or practice. ഈ സോഷ്യോളജി ബുക്കുകളിലൊക്കെ നമുക്ക് റിലീജിയസിൻ്റെ പ്രാധാന്യം കാണാൻ സാധിക്കും. സിംബലുകളും വാല്യൂകളും പ്രാക്ടീസുകളും ബിലീഫുകളും അടങ്ങിയ ഒരു സിസ്റ്റത്തെയാണ് പിന്നെ റിലീജിയം എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നത്. എല്ലാ മതങ്ങൾക്കിടയിലും നമുക്ക് കാണപ്പെടുന്ന ഒരു പൊതു കാഴ്ചപ്പാട് എന്നുള്ളത് എല്ലാവർക്കും ഇടയിൽ ഒരു കോമൺ പിന്നെ ഫീലിംഗ്, എമോഷണൽ ഫീലിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് മിസറീസ് ആൻഡ് റിഫ്ലെക്ഷൻ ഓഫ് ലൈഫ്. മരണാനന്തര ജീവിതം മറ്റുള്ള കാര്യങ്ങളും ഒക്കെയുമായിട്ടൊരു എമോഷണൽ ഫീലിങ്ങുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ മതകീയമായ ഇന്ത്യൻ സൊസൈറ്റിയുടെ മതകീയമായ കാഴ്ചപ്പാടുകളും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. താങ്ക് യു വെരി മച്ച്.